നമസ്കാരം. നീണ്ട 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശ് പൗരന്മാർക്കായി ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കുന്നത് ഇന്ത്യ പുനരാരംഭിച്ചതോടെ അവിടുത്തെ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രങ്ങൾ വീണ്ടും പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. ടൂറിസ്റ്റ് വിസ വിതരണം പുനരാരംഭിച്ച വാർത്ത ബംഗ്ലാദേശിൽ തരംഗം സൃഷ്ടിച്ചു. തലസ്ഥാന നഗരമായ ധാക്കയിലെ ജമുന ഫ്യൂച്ചർ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന വിസ അപേക്ഷാ കേന്ദ്രത്തിന് മുന്നിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനായി വൻ ജനത്തിരക്കാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2 വർഷത്തോളമായി അടഞ്ഞുകിടന്ന ടൂറിസ്റ്റ് വിസ നടപടികൾ വീണ്ടും തുടങ്ങിയതോടെ ഭാരതം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ പുലർച്ചെ മുതൽ തന്നെ വിസ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ വരി നിൽക്കുകയും സേവനങ്ങൾ പുനരാരംഭിച്ചതിൽ തങ്ങളുടെ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ വിദഗ്ധ ചികിത്സാ ആവശ്യങ്ങൾക്കും ബംഗ്ലാദേശ് പൗരന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള വിസകൾ അത്യന്താപേക്ഷിതമാണ്. വിസ കേന്ദ്രത്തിലെത്തിയ ചന്ദ്ര റോയ് എന്ന അപേക്ഷകൻ വ്യക്തമാക്കിയത് താനൊരു മെഡിക്കൽ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നും അവിടുത്തെ സേവനങ്ങൾ ഇപ്പോൾ വളരെ മികച്ചതാണ് എന്നുമാണ്. 2 വർഷം മുൻപ് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും ടൂറിസ്റ്റ് വിസകൾ കൂടി തുറന്നതോടെ പഴയതുപോലെ എല്ലാവർക്കും ഇന്ത്യ സന്ദർശിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബംഗ്ലാദേശികൾ. ചെന്നൈയിലും കൊൽക്കത്തയിലെ മണിപ്പാൽ ആശുപത്രിയിലുമായി മുൻപ് ചികിത്സ തേടിയിരുന്ന ഷക്കീല അക്തർ സീമ എന്ന മറ്റൊരു അപേക്ഷകയും പുതിയൊരു മെഡിക്കൽ വിസയ്ക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മുൻപ് 6 മാസത്തെ വിസ ലഭിച്ചിരുന്ന ഇവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വീണ്ടും ഇന്ത്യയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള ഭൂരിഭാഗം ആളുകളും മികച്ച ചികിത്സ ലഭ്യമായതിനാലാണ് ചെന്നൈയിലേക്കും ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലേക്കും യാത്ര തിരിക്കുന്നത് എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ബംഗ്ലാദേശിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ ദിനേശ് ത്രിവേദിയാണ് ടൂറിസ്റ്റ് വിസകൾ പുനരാരംഭിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത്. ജൂൺ 25-ന് ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീന് തൻ്റെ ഔദ്യോഗിക പത്രിക സമർപ്പിച്ചതിന് ശേഷമാണ് ജൂൺ 28 മുതൽ തലസ്ഥാനമായ ധാക്ക ഉൾപ്പെടെ 5 വിസ കേന്ദ്രങ്ങൾ വഴി ടൂറിസ്റ്റ് വിസകൾ പുനരാരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചത്. ബംഗ്ലാദേശ് പ്രസിഡന്റിൻ്റെ കൊട്ടാരമായ ബംഗ ഭവനിൽ വെച്ച് ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക ചടങ്ങുകളോടെയാണ് പുതിയ ഹൈക്കമ്മീഷണറെ അവർ സ്വീകരിക്കുന്നത്. പുതിയ ഹൈക്കമ്മീഷണറുടെ പ്രവർത്തന കാലയളവിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് പ്രസിഡന്റ് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. പത്രികാ സമർപ്പണത്തിന് ശേഷം ജമുന ഫ്യൂച്ചർ പാർക്കിലെ വിസ കേന്ദ്രം നേരിട്ട് സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ഹൈക്കമ്മീഷണർ വിസ പുനരാരംഭിക്കുന്ന വിവരം ജനങ്ങളെ അറിയിക്കുന്നത്. വിസ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നതിന് പിന്നിൽ 2024 ചില അനിഷ്ട സംഭവങ്ങളുണ്ടായിരുന്നു. 2024 ഓഗസ്റ്റ് 5-ന് ധൻമോണ്ടിയിലെ ഇന്ദിരാഗാന്ധി സാംസ്കാരിക കേന്ദ്രം പൂർണ്ണമായും കൊള്ളയടിക്കപ്പെടുകയും തീയിട്ട് നശിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. കൂടാതെ ബംഗ്ലാദേശിലെ വിവിധ നഗരങ്ങളിലുള്ള 5 ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും വികസന പദ്ധതികളിൽ ഏർപ്പെട്ടിരുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണികൾ ഉയരുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് സുരക്ഷാ ഭീഷണികളും ഹൈക്കമ്മീഷൻ പരിസരത്തുണ്ടായ ആക്രമണങ്ങളും കാരണമാണ് ഇന്ത്യക്ക് വിസ പ്രവർത്തനങ്ങൾ ചുരുക്കേണ്ടി വന്നത്. എങ്കിലും ഗുരുതരമായ രോഗങ്ങൾക്ക് ഇന്ത്യയിൽ ചികിത്സ തേടുന്നവരുടെ മാനുഷിക പരിഗണനകൾ മുൻനിർത്തി ധാക്ക, ചിറ്റഗോങ്, ഖുൽന, സിൽഹൈറ്റ്, രാജ്ഷാഹി എന്നീ കേന്ദ്രങ്ങൾ വഴി അടിയന്തര വിസകൾ ഇന്ത്യ തുടർന്നും നൽകിയിരുന്നു. ടൂറിസ്റ്റ് വിസ ഒഴികെയുള്ള മറ്റു വിഭാഗങ്ങളിലായി പ്രതിദിനം 1500-ലധികം വിസകളാണ് ഇന്ത്യ ഈ കാലയളവിൽ അപേക്ഷകർക്ക് മുൻഗണനാ ക്രമത്തിൽ അനുവദിച്ചിരുന്നത്. പുതിയ ഹൈക്കമ്മീഷണറായ ദിനേശ് ത്രിവേദി ജൂൺ 12-നാണ് പെട്രാപോൾ ബെനാപോൾ അതിർത്തി വഴി റോഡ് മാർഗം ധാക്കയിലെത്തുന്നത്. കഴിഞ്ഞ മെയ് മാസം വരെ 4 വർഷക്കാലം സേവനമനുഷ്ഠിച്ച പ്രണയ് കുമാർ വർമ്മയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് ദിനേശ് ത്രിവേദി ഈ പദവിയിലേക്ക് നിയമിതനാകുന്നത്. പശ്ചിമ ബംഗാളിലെ ഭാരത്പൂരിൽ നിന്നുള്ള മുൻ പാർലമെൻറ്റ് അംഗമായ ദിനേശ് ത്രിവേദിക്ക് രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും വലിയ പരിചയസമ്പത്തുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ UPA ഭരണകാലത്ത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രിയായും പിന്നീട് കേന്ദ്ര റെയിൽവേ മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പരിചയസമ്പന്നനായ ഒരു നയതന്ത്ര പ്രതിനിധിയുടെ നേതൃത്വത്തിൽ ടൂറിസ്റ്റ് വിസകൾ കൂടി പുനരാരംഭിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വ്യാപാരം, മെഡിക്കൽ ടൂറിസം എന്നീ മേഖലകളിൽ ഇത് വലിയ പുരോഗതി കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും മറുഭാഗത്ത് കടുത്ത സുരക്ഷാ ആശങ്കകളും ഈ തീരുമാനം ഉയർത്തുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലെടുത്ത് തീവ്രവാദ ജിഹാദി ശക്തികൾ ഈ വിസ സൗകര്യം ദുരുപയോഗം ചെയ്യാനും വ്യാജ രേഖകൾ ചമച്ച് ഇന്ത്യയിലേക്ക് കടന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അയൽ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ നിലനിർത്തുന്നതിനൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് മുന്നിലുള്ളത്. ബംഗ്ലാദേശിൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ അട്ടിമറികളും ആഭ്യന്തര കലാപങ്ങളും തീവ്രവാദ സംഘടനകൾക്ക് അവിടെ കൂടുതൽ വേരോട്ടമുണ്ടാക്കാൻ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്.
ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ മുൻപ് നടന്ന ആക്രമണങ്ങൾ അവിടുത്തെ ഇന്ത്യ വിരുദ്ധ വികാരത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ടൂറിസ്റ്റ് വിസകൾ പൂർണ്ണതോതിൽ പുനരാരംഭിക്കുമ്പോൾ സാധാരണക്കാരായ യാത്രക്കാരുടെ മറവിൽ ജിഹാദി ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ ഇന്ത്യയിലേക്ക് കടക്കാൻ പരമാവധി ശ്രമിക്കും. വിനോദസഞ്ചാരികൾ എന്ന വ്യാജേന രാജ്യത്ത് പ്രവേശിച്ച ശേഷം ഇവിടെയുള്ള സ്ലീപ്പർ സെല്ലുകളുമായി ബന്ധപ്പെടാനും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും ഇവർക്ക് സാധിച്ചേക്കാം. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയായിട്ടാണ് ഉയർത്തുന്നത്. വിസ അനുവദിക്കുന്ന പ്രക്രിയയിൽ കൃത്യമായ പശ്ചാത്തല പരിശോധന നടത്തുക എന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ കടുത്ത വെല്ലുവിളിയാണ്. പ്രതിദിനം ആയിരക്കണക്കിന് അപേക്ഷകർ എത്തുന്ന വിസ കേന്ദ്രങ്ങളിൽ ഓരോ വ്യക്തിയുടെയും രാഷ്ട്രീയ പശ്ചാത്തലവും മുൻകാല ചരിത്രവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൃത്യമായി കണ്ടെത്തുക പ്രായോഗികമായി ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ബംഗ്ലാദേശിലെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളിലെ അസ്ഥിരത കാരണം വ്യാജ തിരിച്ചറിയൽ രേഖകളും പാസ്പോർട്ടുകളും നിർമ്മിക്കുന്നത് ജിഹാദി ഗ്രൂപ്പുകൾക്ക് വളരെ എളുപ്പമായി മാറിയിരിക്കുന്നു. ഇത് ഇന്ത്യൻ വിസ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ച് വിസ കൈക്കലാക്കാൻ തീവ്രവാദികൾക്ക് സഹായകരമാകും. മെഡിക്കൽ വിസകളുടെ മറവിലും ഇത്തരം ദുരുപയോഗങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇന്ത്യയിലേക്ക് കടക്കുന്ന തീവ്രവാദികൾക്ക് രാജ്യത്തിനകത്ത് താവളമൊരുക്കാനും വ്യാജരേഖകൾ ഉണ്ടാക്കാനും സഹായിക്കുന്ന വലിയൊരു ശൃംഖല അതിർത്തി സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതിർത്തി കടന്നുള്ള അനധികൃത കുടിയേറ്റം ഇതിനകം തന്നെ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. വിസ ഉപയോഗിച്ച് നിയമപരമായി രാജ്യത്ത് പ്രവേശിച്ച ശേഷം വിസ കാലാവധി കഴിഞ്ഞും ഇവിടെ തന്നെ ഒളിവിൽ താമസിക്കുന്നവരുടെ എണ്ണവും കുറവല്ല. ഇത്തരക്കാർ പിന്നീട് രാജ്യവിരുദ്ധ ശക്തികളുടെ കൈകളിലെ ആയുധങ്ങളായി മാറുകയും കള്ളപ്പണം വെളുപ്പിക്കൽ, ആയുധക്കടത്ത്, ലഹരിമരുന്ന് വ്യാപാരം എന്നിവയിലേക്ക് തിരിയുകയും ചെയ്യും. ഇത് അതിർത്തി മേഖലകളിലെ ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്നതിനൊപ്പം തന്നെ ആഭ്യന്തര സമാധാനത്തിന് കടുത്ത വെല്ലുവിളിയുമാകുന്നു. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കുകയോ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തിന് മേൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുകയോ ചെയ്യുക എന്നത് ആഗോള ഭീകര സംഘടനകളുടെയും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബംഗ്ലാദേശി ജിഹാദി ഗ്രൂപ്പുകളുടെയും പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. ഭൂരാഷ്ട്രതന്ത്രപരമായും ആഭ്യന്തര സുരക്ഷാപരമായും ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണിത്. ആഗോള ഭീകര സംഘടനകളായ അൽ-ഖ്വയ്ദ, ഐസിസ് എന്നിവയും അവരുടെ ഉപസംഘടനകളും ഇന്ത്യ ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യൻ മേഖലയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനായി അവർ പ്രചരിപ്പിക്കുന്ന ആശയമാണ് ഗസ്വത്തുൽ ഹിന്ദ്, അതായത് ഇന്ത്യക്കെതിരായ യുദ്ധം. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൻസാറുള്ള ബംഗ്ലാ ടീം, ജമാഉൽ മുജാഹിദീൻ ബംഗ്ലാദേശ് തുടങ്ങിയ നിരോധിത ജിഹാദി സംഘടനകൾ ഈ ആശയത്തിൽ വിശ്വസിക്കുന്നവരും ഇന്ത്യയിൽ അട്ടിമറി നടത്താൻ നിരന്തരം ശ്രമിക്കുന്നവരുമാണ്. സാമ്പത്തികവും നയതന്ത്രപരവുമായ നേട്ടങ്ങൾ ലക്ഷ്യമിട്ട് വിസ നടപടികൾ ഉദാരമാക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കില്ല. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും സുരക്ഷാ ഏജൻസികളും വിസ അപേക്ഷകരുടെ ബയോമെട്രിക് വിവരങ്ങളും ഡിജിറ്റൽ രേഖകളും കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര ഭീകരവിരുദ്ധ ഏജൻസികളുമായി വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ നിരീക്ഷണ സംവിധാനം വിസ വിതരണ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അയൽ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലും രാജ്യത്തിൻ്റെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയും അനുവദനീയമല്ല. അതിനാൽ പുനരാരംഭിച്ച വിസാ സൗകര്യം ജിഹാദികൾ ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അതിർത്തി സുരക്ഷാ സേനയും ഇൻ്റലിജൻസ് ഏജൻസികളും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.